എന്നിട്ട് റിഷ അവളുടെ വീട്ടിലെ ജനൽ തുറന്നപ്പോൾ അതുവഴി ഒരു കാക്ക ഉള്ളിലേക്ക് കയറി. അവിടെയുള്ള എല്ലാവരും അതിനെ പിടിക്കാനായി നോക്കി. പക്ഷെ എവിടെ കിട്ടാൻ, അതിനെ പിടിക്കാനേ പറ്റിയില്ല. അത് വന്ന് അവിടെയുള്ള ലൈറ്റും ഫാനും ഒക്കെ അടിച്ചു പൊട്ടിച്ച് താഴെയിട്ടു. അവരുടെ അമ്മയ്ക്ക് ആകെ ദേഷ്യം പിടിച്ചു. അവിടെ വന്ന് തല കുത്തി മറിഞ്ഞ് വീട് ആകെ കേടുവരുത്തി. കുറച്ചു കഴിഞ്ഞപ്പോൾ കാക്ക ക്ഷീണിച്ച് കുറച്ചു നേരം ഒന്നും ചെയ്യാതെ നിന്നു. അപ്പോൾ റിഷ പതിയെ പോയി അതിന്റെ മേലേക്ക് ഒരു തുണിയിട്ട് പിടിച്ചു. അപ്പോൾ അവളുടെ അമ്മ, താ മോളെ, അതിന് ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് കാക്കയെ വാങ്ങി കഴുത്ത് തിരിച്ചു കൊന്നു കളഞ്ഞു. എന്നിട്ട് പുറത്തുള്ള വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടുപോയി ഇട്ടു. റിഷയ്ക്ക് ആകെ സങ്കടമായി വീട്ടിലേക്ക് പോയി. രാത്രി അത് ആലോചിച്ച് കിടന്നപ്പോൾ പെട്ടെന്ന് പുറത്തു നിന്ന് കാക്ക കരയുന്ന ശബ്ദം കേട്ടു. എവിടുന്നാ ഇപ്പൊ ഈ ശബ്ദം വരുന്നതെന്ന് കരുതി നോക്കാനായി അവൾ പുറത്തിറങ്ങി കാട്ടിലേക്ക് പോയി. മഞ്ഞു മൂടി ആ കാട്ടിൽ ഒരു മൂലയിലായി അവളുടെ അമ്മ കൊന്ന അതേ കാക്ക കിടന്ന് പിടയുന്നു. അതിന്റെ വേദന കാണാൻ പറ്റാതെ അവൾ കല്ലെടുത്ത് അതിനെ അടിച്ചു കൊല്ലുന്നു. അതിന്റെ അടുത്ത് ഒരു മുട്ടയും ഇരിക്കുന്നത് കണ്ടു. അതെടുത്ത് അവൾ പറഞ്ഞു, ഒരു പക്ഷേ ഇത് കാക്കയുടേതാവും, ഇതിനെ വീട്ടിൽ കൊണ്ടുപോയി ആര് കാണാതെ വിരിയിപ്പിക്കാമെന്ന് വിചാരിച്ചു. അവളുടെ ബെഡിലെ ടെഡ്ഡി ബെയറിന്റെ താഴെയായി അത് സൂക്ഷിച്ചു വെച്ചു. ഇപ്പൊ കാണാൻ ഒരു കോഴിമുട്ടയുടെ അത്രയേ ഉള്ളൂ. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോൾ മുട്ട വലുതായി. അവൾക്ക് മുട്ടയോട് വല്ലാത്ത അറ്റാച്ച്മെന്റ് തോന്നി. അതിനോട് സംസാരിക്കാൻ വരെ തുടങ്ങി. ഇനി ഇതിൽ ഇരട്ടക്കാക്കകൾ വല്ലതും ആകുമോ എന്നൊക്കെ വിചാരിച്ച് അവൾ കൺഫ്യൂസ് ആയി. പിറ്റേ ദിവസം അവളുടെ അമ്മ അവളെ ചീത്ത പറഞ്ഞപ്പോൾ കരഞ്ഞു റൂമിലേക്ക് വന്നു. എന്നിട്ട് ആ മുട്ടയോട് സങ്കടം പറഞ്ഞു. അവളുടെ കണ്ണീര് മുട്ടയിൽ വീണപ്പോൾ അത് പൊട്ടി വിരിയാനായി തുടങ്ങി. അങ്ങനെ അത് വിരിഞ്ഞു. പക്ഷെ അതിൽ ഇരട്ടക്കാക്കകളല്ല ഉണ്ടായിരുന്നത്, ഒരു മോൺസ്റ്റർ ആയിരുന്നു. റിഷ അത് കണ്ട് പേടിച്ചു.